ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം വെറ്റിനറി കോളേജും ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രൈവറ്റ് വെറ്റിനറി കോളേജും തമ്മിലുള്ള ഫീസിൻ്റെ കമ്പാരിസൺ. അതെ, എപ്പോഴും നമ്മൾ പരിഗണിക്കുന്ന ഒരു മേജർ ഫാക്ടർ തന്നെയാണ് ഫീസ്. നമ്മൾ ആ ഫീസിൻ്റെ ഒരു 5 lakh അല്ലെങ്കിൽ 10 lakh ഒക്കെ ഡിഫറൻസ് കണ്ടായിരിക്കും നമ്മൾ ഒരു ലോ ഗ്രേഡ് കോളേജിൽ പോയി പെടുന്നത്. അപ്പോൾ ആക്ച്വലി അത്രയും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് അല്ല, question. ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ കോളേജുകളുടെ ഫീസ് ഫിക്സ് ചെയ്താണ് ഗവൺമെൻറ് ആണ്. ഏകദേശം എല്ലാം സെയിം ആണ്. ഒരു 40 lakhs ഇൻക്ലൂഡിങ് AC അക്കോമഡേഷൻ 40 lakhs ആണ് എല്ലാ കോളേജിലും ഏകദേശം ഫീസ് വരുന്നത്. പ്രീമിയം കോളേജുകൾ ഉൾപ്പെടെ എല്ലാ കോളേജിൻ്റെ അപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ എന്താ ഒരു 2-3 lakhs ഇവർ കുറച്ചായിരിക്കും ഓഫർ ചെയ്യുന്നത്. ഒരു 35 lakhs ഒക്കെ ആയിരിക്കും ഈ പറഞ്ഞ ഏറ്റവും ബി ഗ്രേഡ് കോളേജ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രൈവറ്റ് വെറ്റിനറി കോളേജ് വിത്ത് 200 മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നതോട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 38 അല്ലെങ്കിൽ 38.5 എന്തായാലും ബിലോ 40 നിൽക്കും. 40 നിൽക്കും. സോ അപ്പോൾ ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ നമുക്കൊരു പെർ ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് മാക്സിമം 1 lakh ആയിരിക്കും. പക്ഷേ നമ്മൾ അതിനോട് സ്പെയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ എൻ്റെ കോളേജ് ലൈഫ് തന്നെയാണ് അതിനെ സ്പെയർ ചെയ്യുന്നത്. അതെ. പിന്നെ ചിലർ ആക്ച്വലി ഒത്തിരി ഹിഡൻ ഫീസസ് വെച്ചിട്ട് നിങ്ങളോട് ഒരു പാക്കേജായിട്ട് പറയാണ്ട് ഹിഡൻ ഫീസസ് വെച്ചിട്ട് നിങ്ങളോട് ഒത്തിരി ഫീസ് കുറച്ച് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതെ, ഹോസ്റ്റലിൻ്റെത്, അതുപോലെ ഫൈനുകൾ അല്ലേ. AC ഇല്ലാത്തടത്ത് പോയി പഠിക്കാമെന്ന് പറയും. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ AC യിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 50,000 രൂപ വെച്ചാൽ കൂട്ടും ഹോസ്റ്റലിന് ഓരോ വർഷവും. അണ്ട് അവിടെ ചെന്നിട്ട് ആദ്യത്തെ 5 ദിവസം കൊണ്ട് കുട്ടി പറയും AC ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറയും. കാരണം രാജസ്ഥാനിലെ ചൂടെന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിക്കവാറും AC വർക്കിംഗ് ആവത്തില്ല. അതെ. അപ്പോൾ സോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റുഡൻറ്റ് AC യിലേക്ക് മാറും. അപ്പോൾ പറയും AC യിലേക്ക് മാറാനുള്ള ഷിഫ്റ്റിംഗ് ചാർജ് 1 ലക്ഷം പെർ ഇയർ ആണെന്ന് പറയും. സോ 5 ലക്ഷം രൂപ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫീസ് സ്ട്രക്ചറിൽ ഡിഫറൻസ് വന്നു. സോ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൈവറ്റ് വെറ്റിനറി കോളേജിൽ പഠിക്കാൻ നമുക്കൊരു 38-39 lakhs ഫീസ് മതി നമുക്ക് ആക്ച്വലി. സോ ഏറ്റവും ടോപ്പ് തന്നെ ചൂസ് ചെയ്യുക. ഈ ബി ഗ്രേഡ് കോളേജിൽ പോയാലും നിങ്ങൾ ഈ പറഞ്ഞൊരു 35 മേളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് കൺഫേം. അപ്പോൾ നിങ്ങൾ വെറ്റിനറി ചൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബെസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക. ഷെഡ്യൂൾ 1 കോളേജിൽ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഈ 39 കൊടുത്ത് ഷെഡ്യൂൾ 1 ഇല്ലാത്ത കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. സോ അവരോടൊന്നും നമുക്ക് എന്താ പറയാനുള്ളത്, പഠിക്കുന്നവർ പഠിക്കുക, കാരണം ഒരു ഭാഗ്യപരീക്ഷണമാണ്. പക്ഷേ ഇനി പോണ സ്റ്റുഡൻസ് അങ്ങനെ ഒരു ലക്ക് ഫാക്ടർ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. പേപ്പറെല്ലാം ഓക്കെ ആയ കോളേജിൽ പോയി പഠിക്കുക. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. വെറ്റിനറിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം. താങ്ക് യു.